ഇറാനെ സർവ്വശക്തി ഉപയോഗിച്ച് ആക്രമിക്കുന്നത് തുടരുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. ഹിസ്ബുള്ളയെ വർദ്ധിത ശക്തിയോട് ആക്രമിക്കും. തങ്ങളുടെ പൈലറ്റുമാർ ഇറാന്റെയും ടെഹ്റാന്റെയും ആകാശത്തിന്റെ മുകളിലാണെന്നും നെതന്യാഹുവിന്റെ അവകാശവാദം. പി ജെയിംസ് വീണ്ടും ചേരുന്നു. പി ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ നമ്മൾ പറഞ്ഞതിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ പൈലറ്റുമാർ ആകാശത്തിന് മുകളിലാണ്, അവരെ ഇറാനിലും അതുപോലെ തന്നെ ലെബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കും നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞതാണ് ലെബനോനിൽ അവിടെ ആകാശത്തിന് മുകളിൽ പൈലറ്റുമാർ ബോംബുകൾ വർഷിക്കുക മാത്രമല്ല, അവിടെ കരസേന ലെബനോനിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കരസേന നേരത്തെ ഗസ യുദ്ധത്തിനിടയിൽ ചെറുതായിട്ട് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പോയെങ്കിലും ഈ രീതിയിൽ ഒരു ലാൻഡിലേക്ക്, ഭൂമി അതിക്രമിച്ച് പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുന്ന ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്ന് മാത്രമല്ല, ഓർക്കുന്നുണ്ടാവും, യുദ്ധം തുടങ്ങിയ ദിവസം 200 യുദ്ധവിമാനങ്ങളാണ്, F സീരീസിൽപ്പെട്ട അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങളടക്കം ഇസ്രായേലിന്റെ 200 യുദ്ധവിമാനങ്ങൾ 500 സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. ഒറ്റയടിക്ക് വലിയ രീതിയിൽ ആക്രമണം നടക്കുക എന്നുള്ള ശൈലിയാണ് ഒരുപക്ഷെ അടുത്ത കാലത്ത്, സമീപകാലത്ത് ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. 200 യുദ്ധവിമാനങ്ങൾ. ഒരുപക്ഷെ എല്ലാവരെയും അമ്പരിപ്പിച്ചത് അവിടെ ഈ വിമാനങ്ങൾ അടിച്ചിടാൻ ഇറാനിന്റെ വിമാനവേദ സംവിധാനത്തിന് കഴിഞ്ഞില്ല. അത് പലരും പല സ്ഥലത്തും സൈബർ അറ്റാക്ക് നടത്തിയ സിസ്റ്റം ഫെയിൽ ചെയ്ത് കളഞ്ഞിരുന്നു. ഈ യുദ്ധവിമാനങ്ങളും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ചേർന്നാണ് അവരുടെ പ്രധാനപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി അടക്കമുള്ള നേതാക്കളെ 48 നേതാക്കളെ വധിച്ച റെയ്ഡ് നടത്തിയത്. ഇപ്പോൾ അതുപോലെയുള്ളൊരു ആക്രമണമാണ്. കാരണം സർവശക്തിയും ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ ഇറാനിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ അറ്റാക്ക് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടെന്ന് അറിയുന്നു. അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, 10,000 കണക്കിന് ഡ്രോണുകൾ, ഷാഹദ് ഡ്രോണുകൾ തുരങ്കങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കാടുകൾക്കൊക്കെ അടിയിലും പർവ്വത നിരകൾക്കൊക്കെ അടുത്താണെന്ന് പറയുന്നു. അതിൽ ചിലതൊക്കെ ഇവർ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വാദം. എന്തായാലും ഇറാന് മേൽ വലിയ രീതിയിലുള്ള തീമഴ പെയ്യിക്കുകയാണ് ഇസ്രായേലിന് നേരത്തെ ഇറാന്റെ ആക്രമണം നടക്കി. ഇറാനും ഹെസ്ബുള്ളയും വലിയ ആക്രമണം നടത്തി. അത് ടെല്ലവീവിൽ ഒരുപാട് സ്ഫോടനങ്ങൾ നടന്നു. ഹൈഫ തീരദേശ നഗരം, ഒപ്പം തന്നെ ജെറൂസലം തുടങ്ങിയിട്ടുള്ള ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളിലും ഇറാന്റെ ആക്രമണങ്ങൾ നടന്നിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.